നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ മമ്മൂട്ടിക്ക് തമാശയാണ്. റാഗ് ചെയ്യും. ലൊക്കേഷനിലെ ഫൺ മൊമെന്റ്സ് പങ്കുവച്ച് നിഖിലാവിമൽ. മമ്മൂട്ടിയുമൊത്തുള്ള ലൊക്കേഷനിലെ രസകരമായ നിമിഷങ്ങൾ പങ്കുവച്ച് നടി നിഖിലാവിമൽ. സെറ്റിൽ വെച്ച് തമാശയായ റാഗിങ് ചെയ്യുക മമ്മൂട്ടിയുടെ ഒരു ശീലമാണെന്ന് നിഖിലാവിമൽ പറഞ്ഞു. ഒരിക്കൽ സെറ്റ് വെച്ച് പലതവണ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് നിഖില പറഞ്ഞു. ഒരു FM ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മമ്മൂട്ടിയെക്കുറിച്ച് നിഖില പറഞ്ഞത്. ഒരിക്കൽ ലൊക്കേഷനെ വെച്ച് തന്നോട് കണ്ണ് കാണാത്ത ആളെ പോലെ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. ഒരു തവണ നടന്നപ്പോൾ പലതവണ നടത്തിച്ചു. ഒടുവിൽ തനിക്ക് വയ്യെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മമ്മൂട്ടിക്കെല്ലാം ഒരു തമാശയാണെന്ന് നിഖില പറഞ്ഞു. കണ്ണ് കാണാത്ത ഒരാളുടെ റോൾ നിനക്ക് കിട്ടിയാൽ എങ്ങനെയാണ് ചെയ്യുമെന്ന് ഒരു ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടി എന്നോട് ചോദിച്ചു. കണ്ണ് കാണാത്ത ഒരാളെ പോലെ തന്നെ ഞാൻ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക എന്നാ പിന്നെ അങ്ങനെ ഒന്ന് അഭിനയിച്ച് കാണിക്കാനായി. അവിടെ നിന്ന് കണ്ണ് കാണാത്ത ആളെ പോലെ നടന്നു വരാൻ പറഞ്ഞു. എന്നാൽ ഞാൻ നടന്നു വരുമ്പോൾ അറിയാതെ ആരെങ്കിലും നോക്കിപ്പോവും. നീ എങ്ങനെയാണ് അവരെ നോക്കുന്നത്? നിനക്ക് കണ്ണ് കാണില്ലല്ലോ എന്ന് അപ്പോൾ മമ്മൂട്ടി ചോദിക്കും. വീണ്ടും നടക്കാൻ പറയാം. അന്ന് എന്നെ അങ്ങനെ കുറെ തവണ നടത്തിച്ചു. ഒടുവിൽ എനിക്ക് മതിയായി. എന്നെ കൊണ്ട് ഇനി പറ്റില്ല, വയ്യെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നു നിഖില വ്യക്തമാക്കി. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമെല്ലാം മമ്മൂക്കയ്ക്ക് തമാശയാണ്. അത് ഫണ്ണാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് റാഗൊന്നുമല്ല. ഞാൻ കുറച്ച് കൂനിയാണ് നടക്കുക. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്നെ വീണ്ടും വീണ്ടും നടത്തിക്കാൻ നോക്കും. അങ്ങനെ കുറെ തവണ എന്നെ നടത്തിച്ചിട്ടുണ്ട് നിഖില കൂട്ടിച്ചേർത്തു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. മോഹൻലാലിന്റെ യോധ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് നമ്മൾ കാണുമ്പോൾ നമ്മളത് പരാജയപ്പെട്ട സിനിമയാണെന്ന് ചിന്തിക്കൂ. എന്നാൽ അത് പരാജയപ്പെട്ട സിനിമയാണ്. ആ പടത്തിനോട് മത്സരിച്ച മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയുടെ ഏത് സിനിമയാണ് മോഹൻലാലിന്റെ യോധ എന്ന സിനിമയെ പൊട്ടിച്ചത് എന്ന് പറയാൻ പറ്റുമോ? വേണമെങ്കിൽ 2-3 ക്ലൂ തരാം. ഇതിൽ മമ്മൂട്ടിയുടെ മകനായിട്ട് ഒരു കൊച്ചുകുട്ടി അഭിനയിക്കുന്നുണ്ട്. ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ബോട്ട് വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇത്രേ ക്ലൂ തരാൻ പറ്റുള്ളൂ. ഈ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. മോഹൻലാലിന്റെ യോധ എന്ന സിനിമയെ പൊട്ടിച്ച മമ്മൂട്ടിയുടെ സിനിമ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക കൂട്ടുകാരെ. നോക്കാം.